സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകളിൽ മോഷണം പതിവ് കാഴ്ചയായി മാറുകയാണ്. കോട്ടയത്തും സമാനമായ രീതിയിൽ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി പെട്രോൾ പമ്പുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഗാന്ധിനഗറിലെ പെട്രോൾ പമ്പിലെ മോഷണ വിവരം നമ്മൾ പുറത്തെത്തിച്ചിരുന്നു. സമാനമായ രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂരിലെ പെട്രോൾ പമ്പിലും മോഷണം നടന്നിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ പെട്രോൾ പമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മോഷണ ശ്രമങ്ങൾ കൂടുതലായും നടക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് സംസ്ഥാന സെക്രട്ടറി സുനിൽ അബ്രഹാം ജാഗ്രത ന്യൂസിനോട് പ്രതികരിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കാണാം. ഇപ്പം ഏറ്റവും അടുത്ത ദിവസം നടന്ന മോഷണം എന്ന് പറയുന്നത് 101 കവല, അതായത് കാരിത്താസ് കഴിഞ്ഞിട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ പാറോലിക്കൽ ജംഗ്ഷന് മുമ്പായിട്ടുള്ള 101 കവലയിലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ പമ്പിലാണ് മോഷണം നടന്നത്. ഈ ഞായറാഴ്ച വൈകിട്ട് രാത്രി 1 മണിയോടുകൂടി 3 പേർ ഒരു ബുള്ളറ്റിൽ പമ്പിലെത്തുകയും അവർ 3 പേരും ഹെൽമെറ്റും ഫേസ് മാസ്കും ഗ്ലൗസും ഇട്ടുകൊണ്ടാണ് അവർ വന്നത്. 3 പേരും വന്ന് ഈ പമ്പുകളുടെ എല്ലാം വാതിലുകൾ ഗ്ലാസ് ഡോറുകളാണ്. ആ ഗ്ലാസ് ഡോറിൻ്റെ ലോക്ക് സ്ക്രൂ ഡ്രൈവറിന് കുത്തി ഇളക്കി മാറ്റി ആ ഗ്ലാസ് ഡോർ അകത്തി അതിനിടവഴി കടന്നാണ് എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ അവർക്ക് ഇപ്പം മോഷ്ടാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കും വ്യക്തമായ ബോധ്യമുണ്ട്. പമ്പുകളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള കളക്ഷൻ, അതായത് ബാങ്ക് ഹോളിഡേ ആണ് ശനിയാഴ്ച, ഞായറാഴ്ചയും ബാങ്ക് ഹോളിഡേ ആണ്. അപ്പോൾ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞോട്ടുള്ള കളക്ഷൻ പമ്പിലുണ്ടാവും എന്നുള്ള ധാരണയുടെ പുറത്താണ് ഈ കള്ളന്മാർ. അവരും ഇതെല്ലാം മനസ്സിലാക്കിയാണ് ഇപ്പോൾ മോഷ്ടിക്കാനും ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കാം ഞായറാഴ്ച രാത്രി 1 മണിയോടുകൂടി വന്ന് കയറിയത്. അപ്പോൾ ഞായറാഴ്ച വൈകിട്ടത്തെ ക്ലോസ് ചെയ്ത പൈസയും കഴിഞ്ഞ് പെറ്റി ക്യാഷും പിറ്റേ ദിവസത്തെ ബാലൻസ് കൊടുക്കാനായിട്ടുള്ള പെറ്റി ക്യാഷും പിന്നെ കുറച്ച് ചില്ലറകളും ഒക്കെയാണ് വെച്ചിരുന്നത്. അപ്പോൾ അവരത് മുഴുവനും തന്നെ പെറുക്കിയെടുത്ത് ഏകദേശം ഒരു 5000 രൂപയിൽ താഴെ ഉള്ള പണമാണ് നഷ്ടപ്പെട്ടതെങ്കിലും അത് മൊത്തവും അവരുടെ ബാഗിനകത്താക്കി നിറച്ച് അവരൊന്നും അറിയാത്ത മട്ടിൽ ബുള്ളറ്റിൽ കയറി കോട്ടയം ഭാഗത്തു നിന്നാണ് വന്നത്, തിരിച്ച് കോട്ടയം ഭാഗത്തേക്ക് പോവുകയും ചെയ്തു. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ നാട്ടിലെ അരാജകത്വവും വർദ്ധിക്കും തോറും മോഷ്ടാക്കൾ എവിടെ നിന്നൊക്കെയാണ് ഈ പണം തട്ടിയെടുക്കാൻ പറ്റുന്നതെന്നുള്ളത് അവർ ഒരു റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾ തന്നെ ലൈവ് ചെയ്താണ് കഴിഞ്ഞ ദിവസം ഗാന്ധിനഗർ പമ്പിൽ ജോലിക്കാർ കൂടി വലിയൊരു തട്ടിപ്പാണ് അവിടെ നടത്തിയത്. എന്ത് ചെയ്യാനാ, ഈ ജോലിക്കാരുടെ തട്ടിപ്പ്, ഇതുപോലെ മോഷ്ടാക്കളുടെ തട്ടിപ്പ്, കമ്പനികളുടെ വലിയ തട്ടിപ്പ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പെട്രോൾ പമ്പുകാരെ സംബന്ധിച്ചിടത്തോളം ഉടമസ്ഥന് ഒന്നും കിട്ടാനില്ലാത്ത ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഈ മൂലധനം വർദ്ധിപ്പിച്ച് അതിനനുസരിച്ചുള്ള ലോണുകൾ എടുത്തെടുത്ത് ഒരുമാതിരിപ്പെട്ട പമ്പുടമകളെല്ലാം വലിയ നഷ്ടത്തിലാണ്. ഇപ്പോൾ കോട്ടയം ജില്ലയെ പറ്റി പറഞ്ഞാൽ പോലും കഴിഞ്ഞ 25 ഞാനൊരു 35 വർഷമായ ഡീലറാണ്. കോട്ടയം ജില്ലയല്ല, കോട്ടയം നഗരത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഡീലർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന ഡീലർമാരേ ഉള്ളൂ. ഒരു 5 പേരിലധികം ഇല്ല. അതിനും മുമ്പുണ്ടായിരുന്നവർ മുഴുവൻ ഈ ഫീൽഡിൽ കച്ചവടം നടത്തി പിടിച്ചു നീക്കാൻ സാധിക്കാതെ, തുച്ഛമായ കമ്മീഷനോടുകൂടി ഈ ഫീൽഡിൽ പിടിച്ചു നീക്കാൻ സാധിക്കാതെ അവരെല്ലാം വലിയ കടത്തിലാവുകയും കിട്ടുന്ന വിലയ്ക്ക് പമ്പ് കൊടുത്ത് ഉപേക്ഷിച്ചു പോവുകയും ചെയ്തവരാണ്. അത് നിങ്ങൾക്ക് തിരക്കിയാൽ തന്നെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തു. അവരെല്ലാം വന്ന് ഇതെല്ലാം പരിശോധന എടുത്ത് CCTV ഫുട്ടേജുകളെല്ലാം എടുത്തു. എങ്കിൽ പോലും ഇവർ വന്ന ബുള്ളറ്റിൻ്റെ നമ്പരും എല്ലാം വ്യാജമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാം എടുത്തപ്പോൾ തന്നെ അവർ തന്നെ പറയാണ്, കഴിഞ്ഞ ഒരാഴ്ചക്കകത്ത് ഇതേ ബുള്ളറ്റിൽ ഇതേ 3 പേർ തന്നെ കടുത്തുരുത്തി മുതൽ ഏറ്റുമാനൂർ വരെയുള്ള പമ്പുകളിൽ 3ാമത്തെ പമ്പാണ് ഈ പമ്പ് മോഷണം നടത്തിയത്. ഒരാഴ്ചക്കുള്ളിൽ 3ാമത്തെ പമ്പാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഈ ഇതുപോലെയുള്ളവർ വരുമ്പോൾ മോഷ്ടിക്കാൻ വരുമ്പോഴത്തേക്കിനും അതിനെ തടയുവാനായിട്ട് പമ്പിലെ ജോലിക്കാർ വല്ലതും അവിടെ കിടന്നുറങ്ങുന്നവരുണ്ടെങ്കിൽ അതിനെ തടയുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരെ മാരകമായി പരിക്കേൽപ്പിച്ചു പോവുക, ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് ഞങ്ങൾ ഇതിന് ആശുപത്രി സംരക്ഷണ നിയമം പോലെ പെട്രോൾ പമ്പുകൾ സംരക്ഷിക്കുന്ന ഒരു നിയമം അസംബ്ലി പാസ്സാക്കണമെന്ന് ശക്തമായ ഞങ്ങളുടെ ആവശ്യം ഇപ്പോൾ നിലവിലുള്ളത്. ഞങ്ങളുടെ കഴിഞ്ഞ സമരത്തിലും അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു. അതുകൊണ്ട് ഈ ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ഗ്യാസ്
ഇലക്ട്രിക് വണ്ടികൾ ധാരാളമായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും വ്യാപകമായ തോതിലുള്ള അഴിമതികൾ മാത്രം കാഴ്ചവെച്ചുകൊണ്ട് ഇഷ്ടംപോലെ പമ്പുകൾ അനുവദിക്കുകയാണ്. എന്താണ് മാനദണ്ഡം എന്ന് അറിയത്തില്ല. 2030 പെട്രോൾ ഡീസൽ വണ്ടികളെല്ലാം നിരോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറയുന്നുണ്ടെങ്കിൽ പോലും ഇഷ്ടംപോലെ വണ്ടികൾ പുതിയത് ഇറങ്ങുന്നു. എല്ലാ ഇതിലും വന്നുകൊണ്ടിരിക്കുകയാണ്. പമ്പുകാർ തന്നെ പഴയ രീതിയിൽ ഉണ്ടായിരുന്ന പമ്പുകാർ ഒക്കെ തന്നെ എല്ലാവരും ഈ ഫീൽഡിൽ വളരെ ബുദ്ധിമുട്ടിയാണ് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തരുവാനായിട്ട് മാധ്യമങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവന്ന് മാധ്യമങ്ങൾ തന്നെ ഇതിൻ്റെ കാര്യ ഗൗരവങ്ങൾ രാഷ്ട്രീയമായി ഇതിനെ ഭരിക്കുന്നവരെ മനസ്സിലാക്കി അതിനൊരു സംരക്ഷണ നിയമത്തിന് കീഴിലേക്ക് ഇത് കൊണ്ടുവരണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം കോട്ടയം നഗരത്തിനടുത്തുള്ള ഒരു പമ്പിൽ ഒരു BMW വണ്ടി വന്ന് ഫുൾ ടാങ്ക് അടിച്ചു, നോസിൽ എടുത്തു, ടാങ്ക് അടച്ചു, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുക. ആ നിമിഷം തന്നെ വണ്ടി എടുത്തിട്ട് പോയി. ആ വണ്ടിയുടെ നമ്പർ പരിശോധിച്ചപ്പോൾ അത് കൊട്ടാരക്കരയിലുള്ള ഒരു വ്യക്തിയുടെയാണ്. ആ വ്യക്തിയെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറേ നിങ്ങൾ എൻ്റെ വീട് വരെ പോയി, എനിക്കൊരു ഓൾട്ടോ പോലും മേടിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളാണ്. അപ്പം തന്നെ മനസ്സിലാക്കിക്കൊള്ളുക, അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൻ്റെ നമ്പറാണ് ഈ BMW വെച്ചുകൊണ്ട് വന്നത്. അപ്പം തട്ടിപ്പുകാര് പോലീസിനേക്കാളും ജാഗരൂകരായിട്ട് അവർ തട്ടിപ്പിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം തടയത്തക്ക വിധത്തിലുള്ള ഒരു സംരക്ഷണം കേരളത്തിലെ എല്ലാ പെട്രോൾ പമ്പുകളിലും നൽകി തരണമെന്നുള്ള ഒരു വലിയ ഒരാശങ്ക നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ്. അത് ഇപ്പം മറ്റുള്ള കടകളെ സംബന്ധിച്ചോളം എല്ലാം നമുക്കറിയാമല്ലോ, ഗൂഗിൾ പേ അങ്ങനെയുള്ള ഫോൺ പേകളെല്ലാം വന്ന് മാക്സിമം ആൾക്കാർ അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പമ്പുകളിൽ മാത്രമാണ് ഗൂഗിൾ പേയും ഇതുമൊക്കെ ഉണ്ടെങ്കിൽ പോലും കുറച്ചെങ്കിലും ക്യാഷ് വരുന്നത് പമ്പുകളിൽ മാത്രമാണ്. ഇപ്പം ഞങ്ങൾക്കൊക്കെ ഒരു 60 to 70% ഗൂഗിൾ പേ, ഫോൺ പേ വഴി അല്ലെ കാർഡ് വഴി ഉള്ള ഇതാണ് വരുന്നത്. എങ്കിൽ പോലും കുറച്ച് ശതമാനം ആൾക്കാർ അത് ഉപയോഗിക്കാൻ അറിയാത്തവർ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളത് കിട്ടിയാൽ ഉള്ളതാട്ടെ. ഇപ്പം ആ 3 പേര് മെനക്കെട്ടതിൻ്റെ കൂലിയായിട്ട് 5000 രൂപയായിട്ട് വളരെ സന്തോഷത്തോടെ പോകുന്ന ഫുട്ടേജാണ് ഇന്നലെ നിങ്ങൾ പ്രസിദ്ധീകരിച്ചത്. അല്ല, ഇതിനൊക്കെ ഒരു നൈറ്റ് പെട്രോളിംഗ് പോലെയുള്ള കാര്യങ്ങൾ എല്ലാം വളരെ ശക്തമായ രീതിയിൽ കേരളത്തിലെ എല്ലാ പമ്പുകളിലും നടപ്പാക്കുന്ന രീതിയിൽ ഒരു സജ്ജീകരണം ഉണ്ടാക്കണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയാണ്. ആഭ്യന്തര വകുപ്പ് പെട്രോൾ പമ്പുകളുടെ കാര്യത്തിൽ വലിയ ഒരു ശ്രദ്ധ ചെലുത്തണമെന്നുള്ള കാര്യം അഭ്യർത്ഥിക്കുകയാണ്.